ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം വന്നു, ഒരു ബീച്ചിലേക്ക് പോകാമെന്ന്. അപ്പോൾ വിച്ചും എല്ലാവരും പറഞ്ഞു, ഏവും കാർലോയും സെലിനും പറഞ്ഞു നമുക്ക് ഒരു ബീച്ച് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഗോൾഡൻ ബേ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം അങ്ങനെ നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിയോടെ അടുത്ത് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി. നല്ല യാത്രയാണ്, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല യാത്രയായിരുന്നു. ഞങ്ങളൊരു 20 മിനിറ്റ് റൈഡോടുകൂടി ഞങ്ങൾ ഗോൾഡൻ ബേ ബീച്ചിൽ എത്തിച്ചേർന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് നല്ലൊരു പാർക്കിംഗ് ഇത് കിട്ടി. ഞങ്ങൾ മെല്ലെ അവിടെ ഇറങ്ങി. ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ, ബെസ്റ്റ് ലൊക്കേഷനാണ് അത്. ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഒരുപാട് കളിക്കാനും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് ഇറങ്ങി. രസമായിരുന്നു കേട്ടോ. കാർലോനും ഏവും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു, വെറ്റ് ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബീച്ച് നല്ല രസമായിരുന്നേ. ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് ഇച്ചിരി കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മാറി തൊട്ടപ്പുറത്ത് നിൽക്കാം ഒരു പ്ലാനിൽ ഞാനൊക്കെ തയ്യാറായതേ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. ആദ്യമായിട്ടാണ് മാൾട്ടയിൽ വന്നിട്ട് ബീച്ചിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ട്. എവൊക്കെ മെല്ലെ ചാടി എവിടെ ബീച്ചിൽ നല്ല രസമായിട്ട് എല്ലാവരും കുളിക്കാനൊക്കെ ആയിട്ടുള്ള എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ്. ഓരോ തിരമാല നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ മാൾട്ടയിൽ ചില ബീച്ചിൽ മാത്രം ഇങ്ങനെ തിരമാല ഇങ്ങനെ വീശി അടിക്കുള്ളൂ. അതൊരു ബീച്ചാണ് ഗോൾഡൻ ബേ ബീച്ച്. നാട്ടിലത്തെ പോലെ ഇങ്ങനെ തിരമാലകളിങ്ങനെ ശക്തമായി വരും. അങ്ങനെ കേട്ടോ, രസമാണ് ഈ ബീച്ച്. വളരെ രസകരമായ ബീച്ചാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്നു. അവിടെയും നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാർലോനൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് നിന്നത്. അവനൊക്കെ ഇരുന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു മണ്ണിൽ. അതൊക്കെ വളരെ രസകരമായിരുന്നു. അങ്ങനെ നല്ലൊരു സായാഹ്നം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും നന്നായി കുളിച്ചു, ഉഷാറായി. രസമായിരുന്നു കേട്ടോ. കാർലോനൊക്കെ മണ്ണിൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവനൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിച്ചു നന്നായി കുളിച്ചു, നീന്താനൊക്കെ പഠിച്ചു നോക്കി. എൻ്റെ പണ്ടത്തെ സ്വിമ്മിങ് ക്യാപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കുളിക്കാനൊക്കെ തയ്യാറായിട്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നല്ലോ, നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു യാത്രയായിരുന്നു. മക്കൾക്ക് ശരിക്കും മാൾട്ട അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ കാർലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ മണ്ണിലിങ്ങനെ കുഴച്ച് ഉണ്ടാക്കിയ സെല്ലിൻ്റെ വക കുളിയും ഒക്കെ മണ്ണിൽ കിടന്നിട്ടുള്ള അവരുടെ എൻജോയ്മെൻറ്റും മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല ബീച്ചാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ്. അതാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത. നമുക്കൊരു അഴുക്കോ ഒരു സംഭവം ഒന്നും കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവസാനിപ്പിച്ചു. ഞങ്ങൾ മെല്ലെ പിരിഞ്ഞ് ഇങ്ങോട്ട് വണ്ടിയിൽ കയറി പോന്നു. ഒരു 2 മണിക്കൂർ